പ്രിയപ്പെട്ടവരെ, തൃക്കരിപ്പൂർ സെൻറ് പോൾസ് UP സ്കൂളിലെ വാരാന്ത്യ ഓൺലൈൻ റേഡിയോ പ്രക്ഷേപണമായ ബാലവാണിയുടെ 87ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സുമതി ടീച്ചർ. ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. വിശ്വസാഹിത്യത്തിലെ അധികായരായ വില്യം ഷേക്സ്പിയർ, മിഗ്വേൽ ഡി സർവാൻസ്, ഗാർസിലാസോ ഡെ ലവാഗ എന്നിവരുടെ ചരമദിനമാണ് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്. പുസ്തകങ്ങളെയും സാഹിത്യകാരന്മാരെയും ആദരിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ പുസ്തക ദിനവും നൽകുന്നത്. അറിവിൻ്റെ ഖനികളാണ് നല്ല പുസ്തകങ്ങൾ. വായന ഓരോ വ്യക്തിയുടെയും ബുദ്ധിയിലും ചിന്തയിലും കാര്യമായ മാറ്റമുണ്ടാക്കുന്നു. തെളിച്ചവും വെളിച്ചവും ഉള്ളതാക്കി തീർക്കുന്നു. ജന്മദിനത്തിനും മറ്റും മക്കൾക്കിഷ്ടമുള്ളവ സമ്മാനിക്കുന്നതിനോടൊപ്പം മൂല്യമുള്ള ഒരു പുസ്തകം കൂടി നൽകുക. അവരും വായിച്ചു വളരട്ടെ, ചിന്തിച്ചു വിവേകം നേടട്ടെ. വായന മരിക്കുന്നു എന്ന് വിലപിക്കുമ്പോഴും ലോകമെങ്ങും പുസ്തകം വാങ്ങുന്നവരുടെ എണ്ണം കൂടുകയാണ് എന്ന അറിവ് സന്തോഷം പകരുന്നു. ടെക്നോളജി എത്ര പുരോഗമിച്ചാലും ലോകമുള്ളിടത്തോളം പുസ്തകങ്ങൾക്കും പ്രാധാന്യമുണ്ടാകും എന്നത് നിത്യസത്യമാണ്. ബാലവാണിയുടെ ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പ്രിയ കൂട്ടുകാരി സരയു തന്നെയാണ്. കൂട്ടുകാരെ നമസ്കാരം. നമ്മളുടെ സ്കൂൾ റേഡിയോ ബാലവാണിയുടെ 87ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അതിഥിയെ പരിചയപ്പെടുത്തുന്നത് അജിത ടീച്ചറാണ്. നമസ്കാരം. ബാലവാണിയുടെ 87ാം എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. There is nothing either good or bad, but thinking makes it so. വിശ്വമഹാകവി വില്യം ഷേക്സ്പിയറുടെ പ്രശസ്തമായ വാക്കുകളാണിത്. അതെ, നമ്മുടെ ചിന്തകളാണ് നല്ലതും ചീത്തയും തീരുമാനിക്കുന്നത്. നല്ല ചിന്തകൾ നമ്മെ നന്മയിലേക്കും ചീത്ത ചിന്തകൾ നമ്മെ തിന്മയിലേക്കും നയിക്കും. നല്ല ചിന്തകളോടെ പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ലോക സാഹിത്യത്തിൽ ഒരു പുസ്തക പ്രപഞ്ചം തന്നെ തീർത്ത വില്യം ഷേക്സ്പിയറുടെ ജന്മദിനവും ചരമദിനവുമായ ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായും ഇംഗ്ലീഷ് ഭാഷാ ദിനമായും ലോകം കൊണ്ടാടുകയാണ്. ഈ വേളയിൽ ഈ ആഴ്ചയിൽ നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഹെലോ ഇംഗ്ലീഷ് 2016 മുതൽ റിസോഴ്സ് പേഴ്സണായും ഹെലോ വേൾഡ് ഡിജിറ്റൽ മെറ്റീരിയൽ സ്റ്റേറ്റ് RPയുമായി പ്രവർത്തിക്കുന്ന തങ്കയം ALP സ്കൂൾ അധ്യാപികയുമായ ശ്രീമതി ഇന്ദു പുറവങ്കരയാണ്. സംസ്ഥാന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ടീം മെമ്പർ കൂടിയാണ് ടീച്ചർ. ഇംഗ്ലീഷ് ഭാഷയെ ഏറെ സ്നേഹിക്കുന്ന ടീച്ചർ കുട്ടികൾക്ക് ഒരു മികച്ച അധ്യാപിക കൂടിയാണ്. ഏറെ സ്നേഹത്തോടെ ഏറെ ഇഷ്ടത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ദു ടീച്ചറിനെ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, സെൻറ് പോൾസ് UP സ്കൂളിൻ്റെ ഏറ്റവും ശ്രദ്ധാപൂർവമായ ഒരു പരിപാടിയായ ബാലവാണി അതിൻ്റെ 87ാം എപ്പിസോഡിലേക്കാണ് നിങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. എനിക്ക് മുന്നേ ഒരുപാട് പ്രഗത്ഭർ നിങ്ങളുമായി സംവദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഈ ഉദ്യമത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമുക്ക് പരസ്പര ബന്ധങ്ങൾ ഉണ്ടാകുന്നത് ഭാഷയിലൂടെയാണ്, ആശയവിനിമയത്തിലൂടെ. ഒരാളോട് നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി അവരോട് പറയുമ്പോൾ അവിടെ ബന്ധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് അധ്യാപക വിദ്യാർത്ഥി ബന്ധമായിക്കോട്ടെ, സൗഹൃദങ്ങളായിക്കോട്ടെ, അല്ലേ? ഭാഷയില്ലാതെ ആംഗ്യങ്ങളിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നിറങ്ങളിലൂടെ, ട്രാഫിക് സിഗ്നൽ കണ്ടാൽ നമുക്ക് ആ നിറങ്ങളിലൂടെ ഒരാൾ നമ്മളോട് അതിനെപ്പറ്റി പറയണ്ട, നമുക്ക് അറിയാം. അങ്ങനെ നമ്മുടെ വിദ്യാലയത്തിൽ രാവിലെ 10 മണിക്ക് ബെല്ലടിക്കുമ്പോൾ നമുക്കറിയാം അത് ക്ലാസ്സിൽ കയറാനാണ്. അതുപോലെ തന്നെ 4 മണിക്ക് ബെല്ലടിക്കുമ്പോൾ വീട്ടിൽ പോകാനുള്ള മണിയാണെന്ന്. ഇങ്ങനെ ശബ്ദങ്ങൾ, നിറങ്ങൾ, ഇങ്ങനെ ആംഗ്യങ്ങൾ, ഇതൊക്കെ കൊണ്ടും ആശയവിനിമയം നടക്കുന്നുണ്ട്.
നമ്മുടെ മാതൃഭാഷ നമുക്ക് ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല അല്ലേ? ജനിച്ചപ്പോൾ തൊട്ട് നമ്മളത് കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ ആവുമ്പോൾ നമ്മളത് പറഞ്ഞു തുടങ്ങുന്നു. മറ്റ് ഭാഷകൾ വിദ്യാലയത്തിൽ 6 വയസ്സ് നമ്മൾ വിദ്യാലയത്തിലെത്തുമ്പോൾ നമുക്ക് അവിടുന്ന് അധ്യാപകർ പഠിപ്പിച്ചു തരുന്നു. നമുക്ക് അതിൽ തന്നെ ചെറിയ കുട്ടികളായ നിങ്ങൾക്ക് ഒരല്പം ചിലർക്കെങ്കിലും പ്രയാസം നേരിടുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് നമുക്ക് അനായാസം സംസാരിക്കാൻ പറ്റാത്തത് നമുക്ക് ചില വാക്കുകളുടെ അർത്ഥങ്ങൾ അല്ലെങ്കിൽ ചില വാക്കുകൾ അവിടെ എന്ത് പ്രയോഗിക്കണം അല്ലെങ്കിൽ അത് പറഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോകുമോ എന്ന് തോന്നുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കുട്ടികളെ, ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള വാക്കുകളുടെ ഇംഗ്ലീഷ് പദം കണ്ടെത്തി എഴുതി വെച്ച് നോക്കൂ. അത് ഉപയോഗിച്ച് ചെറിയ വാക്യങ്ങളാക്കി സംസാരിക്കാൻ ശ്രമിക്കൂ. നിത്യം അത് ഉപയോഗിച്ച് നോക്കൂ. നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ ചെറിയ മാറ്റങ്ങൾ പിന്നീട് വലുതായി ഭാഷ അനായാസേന കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് എൻ്റെ ജീവിതാനുഭവം കൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ഒരു പരിപാടി ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയാണ് ഇപ്പോൾ മുമ്പോട്ട് നീങ്ങുന്നത്. ഇതിൻ്റെ പിന്നിലും മുന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഭാവുകങ്ങൾ നേരുന്നു. ഭാഷ അനായാസം കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് ടീച്ചർ പറഞ്ഞു അല്ലേ? അതായത് മലയാളം നമ്മൾ ദിവസവും കേൾക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു. ഇംഗ്ലീഷിൽ ഇപ്പോൾ ടീച്ചർ തന്നെ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കണ്ടെത്തുന്ന വാക്കുകൾ, ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഇംഗ്ലീഷ് അർത്ഥം കണ്ടെത്തി അത് പറയാൻ ശ്രമിക്കൂ എന്നുള്ളത്. നമുക്കൊരു വാക്യം പറയണമെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മാതൃഭാഷ മലയാളമായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അതിൻ്റെ ആശയം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് മലയാളത്തിലായിരിക്കും അല്ലേ? അതുപോലെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ അതുപോലെ ഒന്ന് ഇംഗ്ലീഷിലേക്ക് തർജിമ ചെയ്ത് നോക്കൂ. തെറ്റുകളുണ്ടാവാം, കാരണം മലയാള ഭാഷ അതുപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് ചെയ്യുമ്പോൾ. പക്ഷേ നമ്മൾ അങ്ങനെ 1 മാസത്തോളം അങ്ങനെ ചെയ്ത് സംസാരിച്ച് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നീട് നമുക്ക് ഉപയോഗിക്കേണ്ട വാക്കുകൾ അറിയാം. നമ്മുടെ കയ്യിൽ ഒരുപാട് വാക്കുകളുടെ ശേഖരം ഉണ്ട്. നമ്മൾക്ക് എവിടെ എന്ത് പ്രയോഗിക്കണം എന്ന് മനസ്സിലാവും. ടീച്ചർ നിങ്ങളോട് പ്രോമിസ് ചെയ്യുന്നു, 1 മാസത്തിനുള്ളിൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങും. അപ്പോൾ സെൻറ്റ് പോൾസിലെ പ്രിയപ്പെട്ട കുട്ടികളൊക്കെ ഈ ഒരു വാക്കുകളുടെ അർത്ഥം കണ്ടെത്തി ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുമെന്ന് ടീച്ചർ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പേര് നന്നായി ഭാഷ കൈകാര്യം ചെയ്യുന്നത് അറിയാം. നിങ്ങളുടെ അധ്യാപകരായാലും നിങ്ങളുടെ സ്കൂൾ അധികാരികളായാലും നല്ല പിന്തുണയാണ് നിങ്ങൾക്ക് വിദ്യാലയത്തിൽ ലഭിക്കുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. ബാലവാണിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം കൂട്ടുകൂടിയ ഇന്ദു ടീച്ചർക്ക് നന്ദി അറിയിക്കട്ടെ. സ്നേഹാദര പുരസ്സരം. 5ലെ കൂട്ടുകാരൻ പ്രണവ് പാടുന്നത് പുസ്തകത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന പാട്ടാണ്. വിദ്യാലയ വാർത്തകൾ. You are braver than you believe, stronger than you seem, and smarter than you think. Dear students, I hope everyone are enjoying your holidays with joy and lots of love and happiness, and we are exclusively intended to witness this scared month of Ramadan. St. Paul's AAP School is going to present a special holiday program for the children from next week onwards. We expect active participation from all students. For students of 5th and 6th classes,
football coaching will be conducted on behalf of Hamla sir. To improve the quality of reading and speaking English, a spoken English course will be taken place next week. Experienced teachers of our school to be taking care of the program for a 10-day course by online. LSS USS classes are also going on and active participation from students can be seen. Even tough circumstances, all the teachers are successfully continuing house visiting. Ganitha Vijayam program was held on Saturday and all parents actively participated in it. They also received kit to introduce them to children. On April 13th, Vana Changatha program was held for LP students by Dinesh Kumar Eramam sir, and a Vana Sadas was also conducted with maximum participation from parents and students. Dear children, teachers can open the door, but you must enter it yourself. വായന നമ്മുടെ അറിവാണ്, വായിച്ചില്ലേലറിവില്ല, വായിച്ചില്ലേലറിവില്ല. അറിവിൻ ദീപം തെളിയട്ടെ, ഒത്തിരി ഒത്തിരി തെളിയട്ടെ, ഒത്തിരി ഒത്തിരി തെളിയട്ടെ. വായന നമ്മുടെ അറിവാണ്, വായിച്ചില്ലേലറിവില്ല, വായിച്ചില്ലേലറിവില്ല. അറിവിൻ ദീപം തെളിയട്ടെ, ഒത്തിരി ഒത്തിരി തെളിയട്ടെ, ഒത്തിരി ഒത്തിരി തെളിയട്ടെ. കവിതകൾ പാടി രസിച്ചിടാം, കഥകൾ പറഞ്ഞ് രസിച്ചിടാം, ഒത്തൊരുമിച്ച് പഠിച്ചിടാം, ഒത്തൊരുമിച്ചു കളിച്ചിടാം, ഒത്തൊരുമിച്ച് കളിച്ചിടാം. കവിതകൾ പാടി രസിച്ചിടാം, കഥകൾ പറഞ്ഞു രസിച്ചിടാം, ഒത്തൊരുമിച്ചു പഠിച്ചിടാം, ഒത്തൊരുമിച്ചു കളിച്ചിടാം, ഒത്തൊരുമിച്ചു കളിച്ചിടാം. വായന നമ്മുടെ അറിവാണ്, വായിച്ചില്ലേലറിവില്ല, വായിച്ചില്ലേലറിവില്ല. അറിവിൻ ദീപം തെളിയട്ടെ, ഒത്തിരി ഒത്തിരി തെളിയട്ടെ, ഒത്തിരി ഒത്തിരി തെളിയട്ടെ. പുസ്തകം ജീവിതം തന്നെ മാറ്റിമറിച്ച കഥ പറയുന്നത് 4th സ്റ്റാൻഡേർഡിലെ ആലിയ ഫാത്തിമ. നമസ്കാരം, ഞാൻ ആലിയ ഫാത്തിമ. കൂട്ടുകാരെ, ഒരു പുസ്തക വായനയിലൂടെ ജീവിതം തന്നെ മാറി മറിഞ്ഞ ഒല്ലിനീൽ എന്ന കുട്ടിയുടെ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഒല്ലിനീലിൻ്റെ അച്ഛൻ ദരിദ്രനായ കർഷകനായിരുന്നു. സ്കൂളിൽ പോയിരുന്ന നീൽ അനുസരണയില്ലാതെ അധ്യാപകരെ ചീത്ത വിളിച്ചും ചില്ലറ മോഷണങ്ങൾ നടത്തിയും വിലസി നടന്നു. ഇംഗ്ലീഷ് അധ്യാപികയെ കരയിച്ച കുട്ടി എന്ന പേരിലായിരുന്നു സ്കൂളിൽ അവൻ അറിയപ്പെട്ടിരുന്നത്. പിന്നെയോ എല്ലാ അധ്യാപകരെയും അവൻ പേരാണ് വിളിച്ചിരുന്നത്. അങ്ങനെ താൻ തോന്നിയായി നടന്ന നീൽ ഒരു ദിവസം ക്ലാസ്സിൽ പോകാതെ ചുറ്റി നടന്ന് സ്കൂൾ ലൈബ്രറിയിൽ എത്തിച്ചേർന്നു. അവിടെ അവനൊരു പുസ്തകം കണ്ടു. അതിൻ്റെ പുറംചട്ട അവനെ ആകർഷിച്ചു. സിഗരറ്റ് പുകച്ചിരിക്കുന്ന അല്പം പിശകായ വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടിയായിരുന്നു പുറംചട്ടയിൽ. അവൻ ആ പുസ്തകം എടുക്കണമെന്ന് തോന്നി. പക്ഷേ പുസ്തകം വായിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ അവന് നാണക്കേടാണ്. അവനത് ആരും കാണാതെ ഷർട്ടിനടിയിൽ ഒളിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയി വായിച്ചു. പിറ്റേ ആഴ്ച ആ പുസ്തകം ലൈബ്രറിയിൽ തിരിച്ചു കൊണ്ടുപോയി വെച്ച നീൽ മറ്റൊരു പുസ്തകം എടുത്തുകൊണ്ടുപോയി വായിച്ചു. പിന്നെയും ഇത് ആവർത്തിച്ചു. വായനയുടെ രസം അവൻ അറിഞ്ഞു തുടങ്ങി. പിന്നെ വായനയോട് വായന തന്നെ. വായന നീലിനെ വേറൊരാളാക്കി മാറ്റി. നീൽ സ്കൂൾ ജയിച്ചു. പഠിച്ചു മിടുക്കനായി അവൻ വക്കീലായി, ഒടുവിൽ ജഡ്ജിയായി.
ഒരിക്കൽ പഴയ സ്കൂളിൽ എല്ലാവരും ഒത്തുചേർന്നപ്പോൾ നീലിൻ്റെ അധ്യാപിക പറഞ്ഞു, നീ പുസ്തകം മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. നിനക്ക് വേണ്ടി അതേ എഴുത്തുകാരൻ്റെ പുസ്തകം തിരഞ്ഞെടുത്ത് അതിനടുത്ത് വയ്ക്കുകയായിരുന്നു ഞാൻ. പുസ്തകങ്ങൾക്ക് വേണ്ടി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് നിനക്ക് വേണ്ടി അവ വാങ്ങി, എന്നെ കരയിപ്പിച്ച നിനക്ക് വേണ്ടി. നോക്കൂ കൂട്ടുകാരെ, നീലിനെ മാറ്റിമറിച്ചത് ആ നല്ല അധ്യാപികയും പിന്നെ കുറേ നല്ല പുസ്തകങ്ങളുമായിരുന്നു. നമുക്കും നീലിനെ പോലെ പുസ്തകങ്ങളെ ചങ്ങാതികളാക്കാം, വായിച്ചു വളരാം. നന്ദി, നമസ്കാരം. ഇനി ഒരു പുസ്തകം പരിചയപ്പെട്ടാലോ? പരിചയപ്പെടുത്തുന്നത് 7ാം ക്ലാസ്സിലെ തന്മയാണ്. ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. ഈ പുസ്തക ദിനത്തിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് കാരൂർ നീലകണ്ഠപിള്ളയുടെ ഉതുപ്പാന്റെ കിണർ എന്ന പുസ്തകമാണ്. ഈ കഥ എക്കാലത്തെയും മികച്ച കഥകളിൽ ഒന്നാണ്. ഉതുപ്പാൻ എന്ന മനുഷ്യൻ അനാഥനാണ്. അവന് ജീവിതാവശ്യങ്ങൾ കുറവാണ്. അവനെ കൊണ്ടാവുന്ന ജോലി പകലന്തിയോളം ചെയ്യും. മറ്റുള്ളവരുടെ വേദന അയാളെ ദുഃഖിപ്പിക്കും. പ്രാർത്ഥനയ്ക്കും സുവിശേഷ പ്രസംഗത്തിനും അയാൾ സമയം കണ്ടെത്തി. ആ നഗരത്തിന്റെ മൂലയിലെ ഒരു തുണ്ട് ഭൂമി വാങ്ങി അതിൽ കിണർ കുഴിച്ചതും താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ടാണ്. എല്ലാവരും അയാളെ ഭ്രാന്തൻ എന്ന് വിളിച്ച് കളിയാക്കി. കിണർ അടി താഴ്ന്നതോടെ ഉതുപ്പാന്റെ മടിശീലയുടെ നെല്ലിപ്പലകയും കണ്ടു. ഇങ്ങോട്ട് വരുവിൻ, ഇവിടെ ആശ്വസിക്കാം എന്ന് രേഖപ്പെടുത്തി ഒരു കപ്പി കൊളുത്തി. തൊട്ടിയും കയറും ഇട്ടപ്പോൾ മകളുടെ വിവാഹം നടത്തിയ ധന്യത അയാൾക്കുണ്ടായി. പലരും അയാളെ പരിഹസിച്ചു. അയൽക്കാരിൽ പലരും അവിടെ നിന്ന് വെള്ളം കോരി കിണറ്റിൻ കരയിൽ നിന്ന് കുളിച്ചു. ഉതുപ്പാൻ 2 നേരം അവിടെ ചെന്ന് പരിസരം ശുചിയാക്കും. കൽത്തൊട്ടി നിറയ്ക്കും. ആരെങ്കിലും വെള്ളം കുടിക്കുന്നത് കണ്ടാൽ അവന്റെ ഹൃദയം പുളകിതമാകും. നഗരം വളർന്നു. പൗരക്ഷേമത്തെ രക്ഷിക്കുന്നതിലും വ്യക്തി സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നതിലും നഗരസഭ ജാഗ്രത കാണിച്ചു. ശുദ്ധജല വിതരണത്തിനും മലിനജല വിസർജനത്തിനുമുള്ള പദ്ധതികൾ നടപ്പാക്കിയപ്പോൾ പണിക്കാർ കിണറിന്റെ ചുറ്റുമതിൽ പൊളിച്ചു. ഉതുപ്പാൻ പിറ്റേ ദിവസം അതിന്റെ കേടുപാടുകൾ തീർത്തു. കുഴൽ വെള്ളം നടപ്പിലായപ്പോൾ ജലധാരകൾ മൂടണമെന്ന നിയമം വന്നു. ഉതുപ്പാന്റെ കിണറും നികത്തണം. അയാൾ അധികാരികളെ ചെന്നു കണ്ടു. സർക്കാരിൽ സങ്കടം ബോധിപ്പിച്ചു. തന്റെ പ്രാണനായ കിണർ മൂടില്ലെന്ന് അയാൾ ശഠിച്ചു. പലരും അയാളുടെ ബദ്ധപ്പാടിന് യാതൊരു വിലയും കൊടുത്തില്ല. കുഴൽ വെള്ളം കിട്ടിയപ്പോൾ കിണറിന്റെ കാര്യം എല്ലാവരും മറന്നു. കിണറിൽ കല്ലിട്ട് കളിക്കുന്ന കുട്ടികൾ മാത്രം മറന്നില്ല. കിണർ മൂടിയില്ലെങ്കിൽ കൊതുക് പെരുകും എന്നൊക്കെ പലരും അയാളെ ഉപദേശിച്ചു. ആ വൃദ്ധൻ വേദനയാൽ ഉരുകി. കിണർ മൂടേണ്ട അവസാന ദിനവും കഴിഞ്ഞു. ഉതുപ്പാൻ കിണറ്റുകരയിൽ ചെന്ന് അവിടെ ശുചിയാക്കി വലം വച്ചു. ലോകോപകാരത്തിനു താൻ കണ്ട മാർഗം, പുണ്യവസ്തു. ആ കിണർ തന്റെ കൈകൊണ്ട് നികത്തുക എന്നത് അയാൾക്ക് ചിന്തിക്കാൻ പോലും ആകില്ല. അയാൾ ആ കിണറ്റുമതിലിൽ കയറി. അയാളുടെ തൊണ്ട വരണ്ടു. ഹൃദയം തമ്പേറടിച്ചു. ആ തെളിനീർ അയാളെ മാറോടണച്ചു. ആ കിണർ ഉതുപ്പാന്റെ രഹസ്യത്തെ വിശ്വസ്തയോടെ ഗോപാനം ചെയ്തു. യന്ത്രവൽക്കരണം മനുഷ്യന്റെ വൈകാരിക മുഖത്തിനേൽപ്പിച്ച പരുക്കാണ് നാം ഇവിടെ കാണുന്നത്. പാവപ്പെട്ടവരോട് സമൂഹത്തിന്റെ അവഗണന ഉതുപ്പാനെ വിഷമിപ്പിക്കുന്നുണ്ട്. എന്ത് ജോലി ചെയ്യാനും ഉതുപ്പാന് മടിയില്ല. സഹജീവികളോട് ഒടുങ്ങാത്ത സ്നേഹം. ആരെങ്കിലും വെള്ളം കുടിക്കുമ്പോൾ ഉതുപ്പാന് തോന്നുന്ന സന്തോഷം നിസ്സാരമായിരുന്നില്ല. കിണർ ഉതുപ്പാന് മകളുടെ സ്ഥാനത്തായിരുന്നു. വെള്ളം ഒരു രാഷ്ട്രീയമായ ഈ കാലത്ത് ഉതുപ്പാന്റെ ഈ കിണർ ഒരധികപ്പെട്ടാകാം. എത്ര ക്യൂബിക് മീറ്റർ ജലം ഉണ്ടെന്ന് നോക്കി അതിന് വിലയിടുന്ന കാലമാണല്ലോ ഇത്. വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ കഥ ഈ സമകാലിക രാഷ്ട്രീയ അവസ്ഥയെയും കൂട്ടിക്കെട്ടി വായിക്കാൻ കഴിയുന്നു എന്നത് കഥയുടെ വിജയമാണ്. ദേവവാഹിനി തീരഭൂമിയിൽ ദേവദാര പൂന്തണലിൽ ഇന്ദ്രജാല മഹേന്ദ്രജാല
സഖീ നീ വരൂ, നിൻകിനാവിൻ മധുതരൂ. ദേവവാഹിനി തീരഭൂമിയിൽ ദേവതാര പൂന്തണലിൽ. പുതുമലർത്തോരണം ചാർത്തിയ പുരുഷവാഹനത്തിൽ, ഉലക പുതുമലർത്തോരണം ചാർത്തിയ പുരുഷവാഹനത്തിൽ, ദേവകുമാരിയായി നീയുയരും നിൻ മായാമോഹവിയത്തിൽ. ഈ ആനന്ദ സുഗന്ധോന്മാദം എന്നെ മന്മഥനാക്കി, നിന്നെ രതിദേവിയാക്കി. ദേവവാഹിനി തീരഭൂമിയിൽ ദേവതാര പൂന്തണലിൽ. കനകവസന്ത പൂമഴ പൊഴിയും കൽപ്പന തൻ പുളിനം. കനകവസന്ത പൂമഴ പൊഴിയും കൽപ്പന തൻ പുളിനം. സ്വപ്നശലാകകൾ പാറി നടക്കും, സ്വപ്നശലാകകൾ പാറി നടക്കും. സ്വർണരേഖ നദീതീരം ഈ മോഹാന്ത വസന്തോന്മാദം എന്നെ ദുഷ്യന്തനാക്കി, നിന്നെ ശകുന്തളയാക്കി. ദേവവാഹിനി തീരഭൂമിയിൽ ദേവതാര പൂന്തണലിൽ. ഇന്ദ്രജാല മഹേന്ദ്രജാല ചന്ദ്രികാങ്കണത്തിൽ നീ വരൂ സഖീ നീ വരൂ, നിൻകിനാവിൻ മധുതരൂ. ദേവവാഹിനി തീരഭൂമിയിൽ ദേവതാര പൂന്തണലിൽ. പ്രിയ കൂട്ടുകാരൻ കേശവ് ഹരീഷിൻ്റെ അച്ഛനും പൂർവ്വ വിദ്യാർത്ഥിയുമായ ഹരീഷ് KK പാടിയ പാട്ടാണ് ഇപ്പോൾ കേട്ടത്. ഏപ്രിൽ 22 ലോക ഭൗമദിനം. ഒരു പ്രസംഗം ശ്രവിക്കാം. 5th സ്റ്റാൻഡേർഡിലെ മാനസിയാണ് പ്രാസംഗിക. ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ്, അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏപ്രിൽ 22 ലോക ഭൗമദിനമാണ്. ഭൂമിയുടെ സംരക്ഷണമാണ് ഈ ദിവസത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ ആവുമ്പോൾ ഏപ്രിൽ 22 മാത്രമല്ല, എല്ലാ ദിവസവും നമുക്ക് ഭൂമിയുടെ ദിനങ്ങൾ തന്നെയാണ്. ജനങ്ങളിൽ പരിസ്ഥിതിയെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 1970 ഏപ്രിൽ 22 ആദ്യത്തെ ഭൗമദിനം അമേരിക്കൻ ഐക്യനാടുകളിൽ നടത്തിയത്. പ്രകൃതി അടിസ്ഥാന ആവശ്യങ്ങൾക്കുപരി ആഡംബരത്തിനും സുഖഭോഗങ്ങൾക്കുമായി ഉപയോഗിക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ ആശ്രയിച്ചിരിക്കുന്നു ഭൂമിയുടെ നിലനിൽപ്പ്. ഈ നൂറ്റാണ്ട് തീരും മുൻപേ ഭൂമിയുടെ ഊഷ്മാവ് 4 ഡിഗ്രി കൂടി വർദ്ധിക്കുമെന്നാണ് UN പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. വാഹനങ്ങൾ കൂടുന്നതും ശീതീകരണോപകരണങ്ങൾ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യങ്ങൾ കൂടുന്നതുമെല്ലാം ഭൂമിയിലെ കാർബണിൻ്റെ അളവ് കൂട്ടുന്നു. എന്നാൽ കാർബൺ വലിച്ചെടുക്കുന്ന മരങ്ങളുടെ എണ്ണവും കുറഞ്ഞു വരുന്നതിനാൽ ഉണ്ടാവുന്ന കാർബൺ ഭൂമിയിൽ തന്നെ തങ്ങി നിൽക്കുകയാണ്. ചൂട് കൂടുന്നതിൻ്റെ ഒരു വലിയ കാരണം ഇതുതന്നെയാണ്. നമുക്ക് കിട്ടിയ ഈ മനോഹര ഭൂമിയെ ഒരു തീച്ചൂളയാക്കി വരും തലമുറക്ക് നൽകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യുവാനുണ്ടെങ്കിൽ അതിനുള്ള സമയം ഇതാണ്.
പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുന്നതും വനങ്ങൾ സംരക്ഷിക്കുന്നതും ഒരായുസിൽ നാടാവുന്നത്ര മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതും അന്നത്തേക്കാൾ മഹത്വമായ വായു കൊടുക്കുന്ന പുണ്യമാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രകൃതി തണുക്കട്ടെ, പ്രകൃതി തളിർക്കട്ടെ, പ്രകൃതിയിലിനും ജീവ. ഒന്നിലെ കുറച്ച് കൊച്ചു കൂട്ടുകാർ പാട്ട് പാടാൻ വന്നിട്ടുണ്ട് കൂട്ടുകാരെ. അത് കേൾക്കേണ്ടേ നമുക്ക്? മാമ്പഴം തിന്നാനുള്ള കൊതിയോടെ പാടുന്നത് കീർത്തനക്കുട്ടിയാണ്. ഞാൻ കീർത്തനാസി 1-7 പഠിക്കുന്നു. ചക്കരമാവേ ചക്കരമാവേ ചില്ലക്കൈകൾ കുലുക്കാമോ, ചക്കരമാവേ ചക്കരമാവേ മാമ്പഴമൊത്തിരി വിട്ടാമോ, മധുരം കിനിയും മാമ്പഴമൊത്തിരി കുട്ടികൾ ഞങ്ങൾ തിന്നോട്ടെ, വയറു നിറച്ചിട്ടി മാഞ്ചോട്ടിൽ ആടിപ്പാടി രസിച്ചോട്ടെ. ദേവാങ്ക് പാടുന്നത് ദേശസ്നേഹം തുളുമ്പുന്ന പാട്ടാണ്. ഞാൻ ദേവാങ്ക് 1A. നാടും വീടും കൊടിയും. നമുക്ക് നല്ലൊരു നാടുണ്ട്, ഭാരതം എന്നൊരു നാടുണ്ട്. നമുക്ക് നല്ലൊരു വീടുണ്ട്, കേരളം എന്നൊരു വീടുണ്ട്. നമുക്ക് നല്ലൊരു കൊടിയുണ്ട്, മുറമിലൊരു കൊടിയുണ്ട്. നന്ദി. ഇനി ഹർഷൻ പ്രസാദിന്റെ പാട്ട് കേട്ടാലോ? ഹർഷൻ 1A. മാനത്തും താഴത്തും സൂര്യനുദച്ചു മാനത്ത്, പൂക്കൾ വിടർന്നു താഴത്ത്, മേഘം പാറി മാനത്ത്, മീനുകൾ നീന്തി പാടത്ത്, കിളികൾ പറന്നു മാനത്ത്, കുട്ടികൾ ആർത്തു താഴത്ത്, പട്ടം പാറി മാനത്ത്, കുട്ടൻ തുള്ളി താഴത്ത്, മിന്നൽ കണ്ടു മാനത്ത്, ഇടിയുടെ ശബ്ദം താഴത്ത്, കാറു നിറഞ്ഞു മാനത്ത്, തുള്ളികൾ വീണു താഴത്ത്. 1 ജയശങ്കർ ബുദ്ധിമാനായ തവളയുടെ കഥയാണ് പറയുന്നത്, കേട്ടോ? നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ജയശങ്കർ. ഞാൻ ഒരു തവളയുടെ കഥയാണ് പറയാൻ പോകുന്നത്. കഥയുടെ പേര് ബുദ്ധിമാനായ തവള. പണ്ട് പണ്ട് ഒരു കുളത്തിൽ ഒരു തവള താമസിച്ചിരുന്നു. ഒരു ദിവസം അവൻ കുളത്തിനു പുറത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അടുത്ത മരക്കൊമ്പിൽ ഒരു കാക്ക ഇരിക്കുന്നുണ്ടായിരുന്നു. തവളയെ കണ്ട കാക്കയുടെ വായിൽ നിന്നും വെള്ളമൂറി പറന്നു ചെന്നു തവളയെ വായിലാക്കി. ബുദ്ധിമാനായ തവള രക്ഷപ്പെടാൻ ഒരു സൂത്രം ഒപ്പിച്ചു. തവള പറഞ്ഞു, ചങ്ങാതി, ഞാൻ ചെളിയിൽ കളിച്ച് എൻ്റെ ദേഹം ആകെ വൃത്തികേടായിരിക്കുകയാണ്. എന്നെ നീ വെള്ളത്തിൽ കഴുകിയതിനു ശേഷം കഴിച്ചുകൊള്ളൂ. തവളയുടെ വാക്കുകേട്ട കാക്ക വേഗം കുളത്തിനടുത്തെത്തി തവളയെ വെള്ളത്തിലിട്ടു. തക്കം നോക്കി ബുദ്ധിമാനായ തവള ഒറ്റച്ചാട്ടം. നിരാശനായി കാക്ക പറന്നുപോയി. ബുദ്ധിയുണ്ടെങ്കിൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാം. ഇനിയൊരു ഹിന്ദി കഥ പറയുന്നത് 7ാം തരത്തിലെ നക്ഷത്ര. प्यासा कौवा। एक बार की बात है, किसी जंगल में एक कौवा रहता था। एक दिन उसे बड़ी जोर से प्यास लगी। वह पानी की तलाश में वह बहुत दूर तक उड़ता रहा, परंतु कहीं भी उसे पानी नहीं मिला। जब वह बहुत तक गया तो उसे आखिर में एक खड्डा दिखाई दिया, जिसमें बहुत थोड़ा सा पानी था। जब कौवे ने पानी पीना चाहा तो उसकी चोंच पानी तक नहीं जा सकी। उसने हर तरह से पानी पीने की कोशिश की, पर सब बेकार गई। कौवा बेचैन हो उठा। तभी उसे एक उपाय सूझा।
उसने आसपास से ककट एकत्रित करे और एक एक करके अपनी चोंच से खड्डे में तब तक डाले जब तक पानी ऊपर नहीं आ गया। फिर कौवे ने जी भरकर पानी पिया। इस तरह कौवे ने अपनी मेहनत और सहन शक्ति से अपनी प्यास बुझाई और अपनी जान बचाई। ഒരു കഥ കൂടിയാകട്ടെ. കഥ പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം സീത ടീച്ചർ. മക്കളെ, ഇന്നൊരു കഥ കേൾക്കാം. ഒരു കിണർ. കടുത്ത വരൾച്ച. നാട്ടിലെ കുളങ്ങളൊക്കെ വറ്റി തുടങ്ങി. ബോധാനന്ദൻ തൻ്റെ കൃഷിയിടത്തിലേക്ക് വെള്ളമെടുത്തിരുന്ന കുളവും വറ്റി വരണ്ടു. കൃഷി നശിക്കാതിരിക്കാൻ ഇനി എന്താ ചെയ്യുക? തൻ്റെ കൃഷിയിടത്തിൽ ഒരു കിണർ കുഴിക്കാൻ അയാൾ തീരുമാനിച്ചു. സൗകര്യപ്രദമായ ഒരു സ്ഥലം കണ്ടെത്തി. അവിടെ അയാൾ കിണർ കുഴിച്ചു തുടങ്ങി. ദിവസങ്ങൾ പലതു കഴിഞ്ഞു. ആഴം വളരെ കൂടി. പക്ഷേ വെള്ളം മാത്രം കിട്ടിയില്ല. ബോധാനന്ദൻ കിണർ കുഴിക്കുന്ന വിവരം നാട്ടിലെല്ലാവരും അറിഞ്ഞു. കിണർ കാണാനെത്തിയ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. കിണർ കുഴിച്ചിട്ട് വെള്ളം കിട്ടാതെ വിഷമിച്ചിരുന്ന ബോധാനന്ദൻ അവരിൽ പലരുടെയും അഭിപ്രായങ്ങൾ കേട്ട് പല സ്ഥലങ്ങളിലായി പല കിണറുകൾ കുഴിച്ചു. കഷ്ടം! ഇത്രയും കിണറുകൾ കുഴിച്ചെങ്കിലും ഒന്നിൽ പോലും വെള്ളമില്ലല്ലോ. വെള്ളം കിട്ടാതെ തൻ്റെ കൃഷി നശിക്കുന്നതോർത്ത് അയാൾ ഒരു മരത്തണലിൽ തളർന്നിരുന്നു. തളർന്നിരിക്കുന്ന അയാളെ കണ്ട് അതുവഴി വന്ന സന്യാസി വിവരങ്ങൾ തിരക്കി. നടന്നതെല്ലാം അയാൾ പറഞ്ഞു. നീ പല കിണറുകൾ കുഴിച്ചതിനു പകരം ആദ്യം കുഴിച്ച കിണർ തന്നെ കുറച്ചുകൂടി ആഴത്തിൽ കുഴിച്ചിരുന്നെങ്കിൽ വെള്ളം കിട്ടുമായിരുന്നല്ലോ. ഇത്രയും പറഞ്ഞ് സന്യാസി നടന്നകന്നു. കുട്ടികളെ, നിങ്ങൾക്ക് എന്തു മനസ്സിലായി? ഇതോടുകൂടി ബാലവാണി 87-ാം എപ്പിസോഡ് പൂർണ്ണമാകുന്നു. വീണ്ടും കേൾക്കാം, കാത്തിരിക്കുക.